പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയായ ഇന്നേ ദിവസം നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്തിൽ യേശു തമ്പുരാൻ ശബത്തിൽ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 18 വർഷക്കാലം സാത്താന്റെ ബന്ധനത്താൽ കൂനിയായിരുന്ന സ്ത്രീക്ക് ക്രിസ്തു സൗഖ്യം നൽകിയതുപോലെ നമ്മുടെ പാപത്തിന്റെ കൂനുകളെ നിവർത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കുമെന്നുള്ള ആത്മീയ സത്യമാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. 18 എന്ന സംഖ്യയുടെ ആത്മീയ വശങ്ങളെ, ആത്മീയ അർത്ഥത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമതായി, ദീർഘകാല ബന്ധനത്തിന്റെ പ്രതീകമായി ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് 18 വർഷത്തെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. 18 വർഷക്കാലം ദീർഘകാല ബന്ധനത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുവളെ കുറിച്ച് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെ ആ സ്ത്രീ നേരെ നോക്കുവാൻ പോലും വിഷമിച്ച, അപ്രകാരം കൂനിയായിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ വേദഭാഗത്ത് നമ്മോട് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്റ്റ് വർണ്ണിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ പാപവും വിഷമവും ഭയവും നിരാശയും ഒക്കെയാകുന്ന പല കാരണങ്ങൾ കൊണ്ട് ആത്മീയതയിൽ ഞാനും നിങ്ങളുമൊക്കെ വല്ലാതെ വളഞ്ഞു പോയിട്ടില്ലേ? ചിലപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വർഷങ്ങളോളം നീണ്ടേക്കാം. എന്നാൽ ക്രിസ്തുവിന് ഒരു നിമിഷം കൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളത് ഈ ഏവൻഗേലിയോൻ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകാതെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ജീവിക്കണമെന്നാണ് ഈ 18 വർഷത്തെ കൂനിയായ സ്ത്രീയുടെ ജീവിതം നമ്മോട് സംവേദിക്കുന്നത്. രണ്ടാമതായി, വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്തിലെ അതേ അധ്യായത്തിൽ തന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ശീലോഹ ഗോപുരം വീണ മരിച്ച 18 പേരെ കുറിച്ച് പരാമർശിക്കുന്നു. അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഒരു വലിയ ദുരന്തമായി ശീലോഹായിലെ മതിലിടിഞ്ഞു വീണ മരിച്ച 18 പേരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ആ ദുരന്തത്തിൽ മരിച്ചുപോയവർ വലിയ പാപികളാണെന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായപ്പോൾ ആ വേദഭാഗത്ത് തന്നെ ക്രിസ്തു പറയുകയാണ്, അവർ മറ്റുള്ളവരെക്കാൾ വലിയ പാപികളായിട്ടല്ല, നിങ്ങൾ മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകുമെന്ന് പറയുന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ അസ്ഥിരതയും മാനസാന്തരത്തിന്റെ ആവശ്യകതയുമാണ് ഈ 18 വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി, അടിമത്തത്തിന്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച്
ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. 18 വർഷക്കാലം ഇസ്രായേൽക്കാർ മോവാബ് രാജാവായ എഗ്ലോന്റെ അടിമത്തത്തിൽ വസിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം നൽകിയ ശിക്ഷയാണ് ഈ അടിമത്തത്തിന്റെ കാലഘട്ടം. ഇപ്രകാരം 18 വർഷത്തെ ദീർഘകാല കഷ്ടതയിൽ ഇസ്രായേൽ മക്കൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് അവർ സഹായം ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം ഏഹൂദ് എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ ഉയർത്തി അവരെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നു. 4-മതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവിടെ രാജാവായ യോശിയാവിന്റെ ഭരണത്തിന്റെ 18-ാം വർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യോശിയാവിന്റെ രാജവാഴ്ചയുടെ 18-ാം വർഷത്തിൽ ദേവാലയം നവീകരിക്കുവാൻ ആരംഭിക്കുന്നതായി ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 18 വർഷം എന്നുള്ളത് ആത്മീയ ഉണർവിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുകയാണ്. ഈ വേദഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ 18 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകതയെ പരിശോധിക്കുമ്പോൾ ദീർഘകാല ബന്ധനത്തിന്റെ സൂചനയായും മാനസാന്തരത്തിന്റെ മുന്നറിയിപ്പായും അടിമത്തത്തിന്റെ കാലത്തിൽ നിന്നുള്ള വിടുതലായും ആത്മീയ നവീകരണത്തിന്റെ തുടക്കമായുമൊക്കെ 18 എന്ന സംഖ്യയെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇതൊരു നിശബ്ദമായ ഓർമ്മപ്പെടുത്തലായി ഈ സംഖ്യ നമുക്ക് മുൻപാകെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവ നൽകുന്ന പാഠങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൂനിയായ സ്ത്രീയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശത്തെ മാനിച്ചുകൊണ്ട് നമുക്കും വിടുതലിന്റെ അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇതിന് പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.